ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. സോ നമ്മളുടെ ബൈക്ക് 958 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സർവീസിന് ടൈമായി. സോ നമ്മളുടെ ആറ്റിങ്ങൽ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ADV 390യുടെ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞാൽ നിന്നേ. ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് ADV 390യും സെക്കൻഡിൽ നിന്നത് നമ്മളുടെ ഗൊറില്ല 450 ആണ്. ഞാനപ്പോൾ ADV 390യുടെ റിവ്യൂ ചെയ്യാനായിട്ട് ഇന്നലെ ഷോറൂമിൽ പോയായിരുന്നു. അവിടെ അപ്പോൾ ഒരു പണി കിട്ടി. ADV 390 അവർ ഓഫ് റോഡിങ്ങിൻ്റെ മറ്റേ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ട് കുറച്ച് ഇഷ്യൂസായിട്ട് സർവീസിലിരിക്കുകയായിരുന്നു. ഹാൻഡിൽ ബാറൊക്കെ എന്തൊക്കെ ബെൻഡായെന്ന് പറഞ്ഞു. സോ അത് ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ADV 390X അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും പുതിയ വണ്ടിയാണ്. അപ്പോൾ അവർ കുറച്ച് ഇഷ്യൂസൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് കയറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഓടിക്കാൻ തന്നായിരുന്നു കേട്ടോ. ഓടിച്ചിട്ട് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്യൂസൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഷോറൂമിൽ. അപ്പോൾ എനിക്ക് ഈ ബൈക്ക് ഓടിച്ചതിൽ ഇപ്പോൾ 958 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസിൽ ആ ഇഷ്യൂസൊക്കെ സോൾവ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന റെയിൻ മോഡിൽ ത്രോട്ടിൽ റെസ്പോൺസ് ഇച്ചിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നോർമലി ത്രോട്ടിൽ റെസ്പോൺസ് കുറവായിരിക്കാം റെയിൻ മോഡിൽ. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ത്രോട്ടിൽ റെസ്പോൺസ്. കൈ കൊടുത്താലും. പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്കിപ്പോൾ അത്യാവശ്യം ബമ്പിയായിട്ടുള്ള റോഡൊക്കെ വരുമ്പോഴും നമുക്ക് സസ്പെൻഷൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സസ്പെൻഷൻ സെറ്റപ്പ് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ടൂറിങ് ടൈമിലൊക്കെ നല്ല കംഫേർട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ. ബൈക്കിൻ്റെ ഫസ്റ്റ് സർവീസാണ്, ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? ആ, ഇപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസിൽ വരുന്ന ജസ്റ്റ് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ലേബർ വരത്തില്ല, സോറി. ഇപ്പോൾ നമുക്ക് എൻജിൻ ഓയിലും ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്തതിന് വന്നേക്കുന്ന ലേബർ ഇല്ലാതെ വന്നേക്കുന്ന എമൗണ്ട് 1868 ആണ് കേട്ടോ. അതല്ലാതെ ഞാൻ പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് വാറണ്ടി ഇപ്പോൾ ടോട്ടൽ 5 ഇയർ അല്ലെങ്കിൽ 75,000 കിലോമീറ്ററാണ് കമ്പനി നമുക്കിപ്പോൾ ഓൾറെഡി തരുന്ന ഒരു വാറണ്ടി. ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി ആകുമ്പോഴത്തേക്കും ടോട്ടൽ 1,25,000 ആണ് വാറണ്ടിയുടെ കിലോമീറ്റർ വരുന്നത്. 10 ഇയർ വാറണ്ടിയാണ് നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടിയുടെ എമൗണ്ട് ഒരു 2,600 വന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി വാറണ്ടിയിൽ ഉള്ള ബൈക്സിനും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് വണ്ടി ഓടിച്ചു പോകാം. ക്രൂസ് കൺട്രോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. സോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നമ്മൾ അടുത്ത ഗവർലയുടെ അല്ലെങ്കിൽ ADV 390യുടെ റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.